പനച്ചിക്കാട് പഞ്ചായത്തിലെ കെടുകാര്യസ്ഥയ്ക്കെതിരെ LDFിന്റെ നേതൃത്വത്തിൽ ഇന്ന് പനച്ചിക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു ഉപരോധ സമരം തുടങ്ങിയത്. പിന്നീട് ഉച്ചയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്താണ് ഈ ഒരു ഉപരോധ സമരം അവസാനിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDFിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഉപരോധ സമരം ഇന്ന് ഉണ്ടായത്. CPI ജില്ലാ സെക്രട്ടറി VB ബിനു ആണ് ഈ ഒരു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തത്. പനച്ചിക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന UDF നേതൃത്വത്തിൽ 2000 അധികാരത്തിൽ വന്ന 2020 അധികാരത്തിൽ വന്ന ആ ഭരണസമിതി ആദ്യത്തെ വർഷം മാത്രമാണ് പദ്ധതിക്ക് ഗവൺമെൻറ് അനുവദിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് പൂർണ്ണമായി ചെലവഴിച്ചു. അതിന് കാരണം അതിന് മുമ്പത്തെ ഭരണസമിതി തുടങ്ങി വെച്ചതും പൂർത്തീകരിക്കുക ഇതിൻ്റെ ബാലൻസ് മാത്രമാണ് അവർക്ക് കൊടുത്തത്. പിന്നീട് അനുവദിച്ച ഒരു പൈസ പോലും പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിഞ്ഞു. ഈ മാർച്ച് 31 കഴിയുമ്പോൾ 2 കോടി രൂപയോളം ലാപ്സായി കളഞ്ഞു. കാരണം പദ്ധതിയുടെ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഫണ്ട് ഉപയോഗിച്ച് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. അവർ തമ്മിലുള്ള ഗ്രൂപ്പ് പോലും പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒത്തിരിയേറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ ലൈഫ് മിഷന് പണം അനുവദിക്കുന്ന പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗവൺമെൻറ്. ആ ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കും പഞ്ചായത്താണ് വിതരണം ചെയ്യുന്നത്. അത് കിട്ടിയാൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇവരത് വിനിയോഗിക്കപ്പെടുക. കൊടുക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ വേറെ പണിയൊന്നുമില്ല. അതുപോലും ചെയ്യാൻ തയ്യാറായി ഒരു സമരം നടത്തിയ പിന്നെയാണ് കുറേ ആളുകളുടെ പൈസ കൊടുക്കാൻ തയ്യാറ്. റോഡുകളിലും വൈദ്യുതിയും വെള്ളവും കൊടുക്കേണ്ട അനിവാര്യ ചുമതല പഞ്ചായത്തുകൾക്കുള്ള അനിവാര്യ ചുമതലപ്പെട്ടാണ് ഈ 3 കാര്യം. അത് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വമ്പേ പരാജയപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ജലജീവൻ നടപ്പിലാക്കിയതാണ്. ജലജീവൻ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ജലജീവന് ചെലവഴിക്കുന്ന തുകയുടെ 50% കേന്ദ്ര ഗവൺമെൻറ്റും 25% സംസ്ഥാന ഗവൺമെൻറ്റും 15% പഞ്ചായത്തും 10% ഗുണം, അങ്ങനെയാണ് 100%. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പണം ഇതുവരെ കിട്ടിയിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാൻ കോൺട്രാക്ടർ വെച്ച് കോൺട്രാക്ടറുടെ എഗ്രിമെൻറ്റ് പഞ്ചായത്തിലെ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞ് റോഡ് വെട്ടിപ്പൊളിക്കുമ്പോൾ അവരിൽ നിന്ന് ഡിപ്പോസിറ്റ് മേടിച്ച് വെക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഡിപ്പോസിറ്റ് എടുത്ത് നമുക്ക് ചെയ്യണം. ആ രൂപത്തിൽ ഒരു എഗ്രിമെൻറ്റ് വെക്കാതെ അവർ റോഡ് എല്ലാം വെട്ടിപ്പൊളിച്ചു. അതെല്ലാം താറുമാറായി. അതുകൊണ്ട് ശുദ്ധജല വിതരണ പദ്ധതി അവതാളത്തിലായി. ആ കോൺട്രാക്ടർ പ്രവർത്തനം ഇപ്പം നിർത്തിവെച്ചിരിക്കുക. ഗവൺമെൻറ് പുതിയ കോൺട്രാക്ടറോട് ഇതാണ് നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അത് സംബന്ധിച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അനുവദിക്കുന്ന ഫണ്ട് 2 രൂപത്തിലാണ്. റോഡിനും അതുപോലെ മെയിൻ്റനൻസിന് അനുവദിക്കുന്ന തുകയും മറ്റു റോഡിന് പുതുതായിട്ട് അനുവദിക്കുന്ന തുകയും ഒരു തുകയും പൂർണ്ണമായി ചെലവഴിക്കുകയാണ്. അതിനിപ്പോൾ അവർ പറയുന്നത് എഞ്ചിനീയർമാരുടെ ആഫീസ് പ്രവർത്തനം. എഞ്ചിനീയർമാരെ സ്വാഭാവിക സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്താൽ പുതിയ ആളുകളെ നിയമിക്കാൻ കാലതാമസം വന്നാൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി ഗവൺമെന്റിനെ സമീപിക്കും. Perfect shot. Look, he's my brother. He's a VFX director. Oh, wow. Nice. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു. ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്. ആളുകളെ കൊണ്ടുവരണം. അതവരുടെ ജോലിയാ. ആഴ്ചയിൽ 4 പ്രാവശ്യം തിരുവനന്തപുരത്ത് നമ്മുടെ പഞ്ചായത്ത് വാഹനത്തെ പോകും. ഒരു കാര്യവും നടക്കുന്നില്ല. അതിൻ്റെ TA എഴുതി മേടിക്കുന്ന ഒഴിച്ചാൽ യാതൊരു കാര്യവും നടക്കുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഈ വിഷയം വെക്കുമ്പോൾ അതെല്ലാം MLA ഏറ്റിട്ടുണ്ട്. MLA ചെയ്യുന്നു. MLAയും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായെന്ന് മാത്രമല്ല, കിടക്കുന്നൊരു വണ്ടി അത് മേടിക്കാൻ ഇവർ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വണ്ടിയെ മേടിക്കാവും. ഈ ഇലക്ട്രിക് വണ്ടി മേടിക്കരുത്, അപകടം കുറേ കഴിയുമ്പോൾ പോകും. 2 വർഷം ഉപയോഗിച്ചാൽ കിടക്കുന്നു, തുരുമ്പടിച്ച് കിടക്കുക. എപ്പോൾ അതിന് ഉപയോഗിച്ച പണം നഷ്ടപ്പെടും. 3-4 ലക്ഷം രൂപ മുടക്കിയാണ് ആ വണ്ടി മേടിക്കുക. ഞാൻ കാണാൻ പോയതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് യോജിപ്പില്ല. പിന്നെ നിങ്ങളുടെ ഭൂരിപക്ഷം തീരുമാനം നടപ്പാക്കിയാൽ നമുക്ക് വിരോധമില്ല. പക്ഷേ അത് ഓടുന്നില്ല. ഇതാണ് സ്ഥിതി നിൽക്കുന്നത്. അപ്പം പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാതെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന നടപടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നത്. അതിന് ഇതിൻ്റെ ഇടയിലുള്ള അഴകുപണക്കവും ഗ്രൂപ്പ് വളക്കവും ഇതിൻ്റെ ഭാഗമാണ്.